ഇഞ്ചി തൈര് ഉണ്ടാക്കാനായി ഞാനിവിടെ 1 കപ്പ് നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. അരമുറി തേങ്ങ ചിരവിയത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. അതേപോലെ ഇഞ്ചി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം, നല്ല നമ്മളെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കടുക് ആവശ്യത്തിന്, കറിവേപ്പില. ഞാനിവിടെ ഒറ്റ വറ്റൽമുളക് എടുത്തിട്ടുള്ളൂ. നമ്മൾ പച്ചമുളക് കുറച്ച് കൂടുതൽ എടുത്തതുകൊണ്ട് ഞാൻ ഒറ്റ വറ്റൽമുളകേ എടുത്തിട്ടുള്ളൂ. നമുക്കാദ്യം എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, തേങ്ങ, കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല മഷി പോലെ അരയണമെന്നൊന്നുമില്ല, ഒരു പകുതി ഇങ്ങനെ അരിഞ്ഞാൽ മതി. ഇങ്ങനെ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. നമ്മൾ മഷി പോലെ അരച്ചാലും നന്നാവും, പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഒരുപാട് കട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് കടുക് വറുക്കാം. പാനിൽ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനെ നമ്മുടെ തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി തൈര് റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതേപോലെ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ആ ഇഞ്ചിയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ടാണ് ഇഞ്ചി കുറച്ച് കൂടുതൽ തന്നെ എടുക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.